ഇന്ദുലേഖ രേണു സെൻട്രൽ സ്റ്റേഡിയത്തിലുണ്ട്. ഇന്ദു, പതിനായിരക്കണക്കിന് പേർ ഒഴുകിയെത്തും, പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളാനും കഴിയില്ല. അപ്പോൾ അതിനുൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. VIP പട്ടിക ഉൾപ്പെടെ വിവരങ്ങൾ എങ്ങനെ പങ്കുവയ്ക്കാം അവിടെ നിന്ന്? രതീഷ്, ഇവിടെ ഞാൻ സെൻട്രൽ സ്റ്റേഡിയത്തിലാണുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ വൈകുന്നേരം ഇവിടെ നിന്ന് വാർത്ത നൽകുമ്പോഴത്തേക്കും ഈ മേൽക്കൂരയൊന്നും തന്നെ ഇത്തരത്തിൽ തയ്യാറായിരുന്നില്ല. പക്ഷേ രാവും പകലും ഇല്ലാതെയാണ് ഈ ജോലിക്കാരെല്ലാം പണിയെടുക്കുന്നതെന്ന് തന്നെ പറയാം. കാരണം അത്ര വേഗത്തിലാണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നതെന്ന് തന്നെ പറയാം. ഇന്ന് ഏകദേശം വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ഒരു നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് കാത്തിരുന്ന ഒരു ദിവസം, 10 വർഷത്തെ അവരുടെ കാത്തിരിപ്പ് പൂർത്തിയാവുകയാണ് നാളെ 10 മണിക്ക് എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 15,000 ആളുകൾ ഈ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആളുകൾ വന്നാൽ കൂടി എത്തരത്തിൽ അവരെ സജ്ജീകരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഏത് തരത്തിൽ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കാണാനുള്ള വഴിയൊരുക്കണം എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ അവർ ഒരു നേതൃത്വമൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്ങനെ വേണമെന്നുള്ളത്. അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെ 5000-ലധികം പേരെ ഉൾക്കൊള്ളുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, പുറത്തൊക്കെ ആയിട്ടും ആളുകൾക്ക് ഇത് കാണാനുള്ള സ്ക്രീനുകളൊക്കെ തന്നെ തയ്യാറാക്കുന്നുണ്ട്. അതൊക്കെ വെക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല, മഴ ചെറിയ തോതിലൊരു പ്രശ്നമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ സ്റ്റേഡിയം കെട്ടിയതിന് പുറത്തായിട്ട് വെള്ളക്കെട്ടുകളും ചെറിയ ചെളി പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഇനി കാണണം. മാത്രമല്ല, VIP ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പം ഖാർഗെ, അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരൊക്കെ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പോരാഞ്ഞ് 3 സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാർ, ഹിമാചൽ, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെത്തും. പിന്നെ നമ്മൾ കാത്തിരുന്ന ഒരു വരവ് തമിഴ്നാട്ടിലെ മുതലമൈച്ചർ വിജയുടേതാണ്. വിജയ് എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും കോൺഗ്രസ് ഉള്ളത്. പക്ഷേ അക്കാര്യത്തിലൊരു കൃത്യമായ മറുപടി അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. ഇന്ദുലേഖ രേണുവാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോകുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.